الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും നമ്മളാൽ സാധ്യമാം വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്നേഹത്തോടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിൽ സത്യവിശ്വാസികളായ ആളുകളുടെ 12ഓളം ഗുണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസി ഏത് നിലയിലാണ് ജീവിക്കേണ്ടത്, അവൻ്റെ നല്ല സ്വഭാവ ഗുണങ്ങൾ എന്തെല്ലാമാണ്,
അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിലയിലാണ് അഭിസംബോധന ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂറത്ത് ഫുർഖാനിന്റെ അവസാന ഭാഗങ്ങളിലായിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഇബാദുർ റഹ്മാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോടെ അങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്നത്. അള്ളാഹുവിന്റെ പരമകാരുണികനായ റബ്ബിന്റെ ഉത്തമദാസന്മാരായി തീരാൻ എന്തെല്ലാം ഗുണങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ മുസ്ലിങ്ങളാണ്. നമ്മുടെ മനസ്സിലേക്ക് ഈമാൻ എത്രത്തോളം പ്രവേശിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെയൊക്കെ ജീവിതം സാക്ഷിയാണ്. അള്ളാഹുവിന്റെ ഉത്തമരായ ദാസന്മാരുടെ ഗുണങ്ങൾ എണ്ണി പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായി നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ എത്രമാത്രം ഈ വിഷയങ്ങളോട് കൂറ് പുലർത്താൻ, നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠന വിധേയമാക്കേണ്ടതുണ്ട്. ഒന്നാമതായി അവരുടെ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത് അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കുന്നവരാണവർ. എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? നടത്തത്തിൽ വളരെ സ്ലോ മോഷനിൽ നടക്കുക എന്നുള്ളതാണോ? ആ നിലയിലാണോ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനങ്ങളും കൃത്യമായി സഹാബത്ത് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നടക്കുന്നതിന്റെ വേഗത സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. കാലുകൾ ഉയർത്തി വെച്ച് വളരെ വേഗത്തിൽ ധൃതിയിലായിരുന്നു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നിരുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കുന്നിന്റെ ചെരുവിൽ നിന്ന്, കുന്നിന്റെ മുകളിൽ നിന്ന് ചെരിഞ്ഞ പ്രദേശത്തുകൂടെ ഒരു മനുഷ്യൻ ഏത് നിലയിലാണോ താഴേക്കിറങ്ങുക, അത്രമാത്രം വേഗത്തിൽ നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തിരുമേനിയുടെ ഒപ്പം എത്താൻ ഞങ്ങൾ ഓടാറുണ്ടായിരുന്നു എന്ന്. കാലുകൾ ഉയർത്തി വെച്ച് വളരെ ധൃതിയിൽ നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അപ്പൊ ഹൗന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പതുക്കെ പതുക്കെ നടക്കുക എന്നുള്ളത് അല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന വിനയം, എളിമ, അത് എല്ലാ നിലയിലും ഉള്ളവരായിരിക്കും അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യനായ റബ്ബിന്റെ ദാസന്മാരുടെ ഒരു ഗുണമായി കൊണ്ട് അള്ളാഹു പറയുന്നത് അതാണ്. വളരെ മാന്യമായി ആളുകൾക്കിടയിലൂടെ അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ നോട്ടങ്ങൾ, ഇടപെടലുകൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കും. ഒരാൾക്കും ആ മനുഷ്യനെ സംബന്ധിച്ച് ഒരു ആക്ഷേപവും പറയാനുണ്ടാവില്ല. അതാണ് ഒരു വിശ്വാസിയുടെ ഒന്നാമതായുള്ള ഗുണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, വിവരമില്ലാത്ത ആളുകളോട് സംസാരിച്ചാൽ, മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു ഗുണവുമില്ലാത്ത, അവരുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് കേൾക്കുന്ന ആളുകൾക്കും ഒരു ഉപകാരവുമില്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് തർക്കമുണ്ടാക്കി അങ്ങനെ സമയം കളഞ്ഞ് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ആളായിത്തീരുന്ന പ്രകൃതം, ഇങ്ങനെ ചെയ്യുന്നവരായ ചില ആളുകൾ അവർ കണ്ടുമുട്ടിയാൽ ഖാലു സലാമ, അവരിൽ നിന്ന് മാറിപ്പോകുന്നവരാണ്. അസ്സലാമു അലൈക്കും പറഞ്ഞ് അവരിൽ നിന്ന് മാറിപ്പോകും. സഹോദരങ്ങളെ, നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് നമ്മുടെ സംസാര മര്യാദ എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ വിവരം കെട്ടത് വിളിച്ചു പറയുന്ന ചില ആളുകൾ
തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവുമില്ലാത്ത വിഷയങ്ങളിലും തനിക്ക് സംസാരിക്കേണ്ടതല്ലാത്ത കാര്യങ്ങളിലുമൊക്കെ ഇടപെട്ടുകൊണ്ട് ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ചില വിവരം കെട്ട ആളുകൾ, അത്തരക്കാരിൽ നിന്ന് മാറിപ്പോകുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഗുണം. ഒരു മനുഷ്യൻ തന്റെ സംസാരത്തിൽ മാന്യത പുലർത്തുക, അവയാളുടെ സംസാരങ്ങൾ ആളുകൾക്ക് താല്പര്യമുള്ള തരത്തിലാക്കി തീർക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അന്തസ്സുള്ള ആളുകളെ അങ്ങനെ സംസാരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. തന്നെയുമല്ല, തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്, വഖൂലു ഖൗലൻ സദീദ, മാന്യമായ വാക്ക് നിങ്ങൾ പറയണം. ആളുകളോട് ഇടപെടുമ്പോ, സംസാരിക്കുമ്പോ നല്ല നിലയിലുള്ള സംസാരമായിരിക്കണം നിങ്ങളുടെ അരികിൽ നിന്ന് ഉണ്ടാവേണ്ടത്. വെറുതെ ബഹളം വെച്ച് സൂചിപ്പിച്ചതുപോലെ ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ആളുകളോട് മോശമായി സംസാരിച്ച് കയർക്കുന്ന ആളുകൾ, തെറി വിളിക്കുന്ന ആളുകൾ, ഇതൊന്നും ഒരു ഉത്തമന്മാരായ വിശ്വാസികളിൽ നിന്നും ഉണ്ടാവുകയില്ല. വഖൂലു ഖൗലൻ സദീദ, മാന്യമായ വാക്കാണ് നിങ്ങൾ പറയേണ്ടത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്താ നിങ്ങൾക്കുള്ള ഗുണം? യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നന്നാക്കി തരും. വർത്തമാനത്തില് മാന്യത പുലർത്തുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലും അത് കാണാൻ കഴിയുന്നതാണ്. ആളുകളോടുള്ള സംസാരത്തിൽ, ഇടപെടലുകളിൽ മാന്യത പുലർത്തുന്ന, സംസാരത്തിൽ അന്തസ്സ് കാണിക്കുന്ന, ഭാര്യയോടും മക്കളോടും അയൽവാസികളോടും തന്റെ സുഹൃത്തുക്കളോടുമൊക്കെ മാന്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായും അയാളുടെ പ്രവർത്തനവും നന്നാവും, റബ്ബ് നന്നാക്കി തരുമെന്നാണ്. ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നന്നായാൽ, വാക്ക് നന്നായാൽ പ്രവർത്തനം നന്നാവും. പ്രവർത്തനം നന്നായാൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, മറ്റൊരു ഓഫറാണ് റബ്ബ് നൽകുന്നത്. നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരുമെന്നാണ്. മനുഷ്യന്റെ പാപങ്ങൾ, തെറ്റുകൾ, ജീവിതത്തിൽ അറിയാതെ അബദ്ധങ്ങളിൽ സംഭവിച്ചു പോയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാരണത്താൽ, നല്ല വാക്ക്, നല്ല പ്രവർത്തനം ഇതുണ്ടായ മതി, അല്ലാഹു ആ മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. എന്നിട്ട് അല്ലാഹു പറയാണ്, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. ഇത് അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച അധ്യാപനങ്ങളാണ്. ഈ കാര്യങ്ങൾ ആർ അനുസരിച്ചുവോ, ആർ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചുവോ, ഫഖദ് ഫാസ ഫൗസൻ അളീമ, ഉന്നതമായ, ഉത്തമമായ, മഹത്തായ വിജയം ആണ് അവൻ നേടിയെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞാടുന്ന ആളുകളുണ്ട്. മറ്റുള്ള ആളുകളെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗീർവാണങ്ങൾ മുഴക്കിക്കൊണ്ട് ആളാകാൻ വേണ്ടി, അല്ലെങ്കിൽ വ്യൂസ് കിട്ടുന്നതിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന പല ആളുകളും. ഇപ്പോ നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിന്റെ ഒരു സന്ദർഭത്തിലാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ ആയിക്കൊണ്ട് പല ആളുകളും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇല്ലാ കഥകൾ, രാജ്യദ്രോഹകരമായ രൂപത്തിൽ വരെ സംസാരിക്കുന്ന ചില വിവരം കെട്ട ആളുകളുണ്ട്. അവർ മനസ്സിലാക്കിക്കൊള്ളണം, സ്വന്തം മാതൃരാജ്യത്തോടുള്ള സ്നേഹം നമ്മൾ അതേ സംബന്ധിച്ച് സംസാരിച്ചതാണ്. നമ്മുടെ ജന്മനാടിനോട് നമ്മൾക്ക് കാണിക്കേണ്ടുന്ന കൂറും താല്പര്യവും, ഏത് രാഷ്ട്രമായിക്കൊള്ളട്ടെ, നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു പടനീക്കം നടത്തിയാൽ വിശ്വാസികളായ ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ്. നമ്മളെങ്ങാനും ഒരു യുദ്ധത്തിന്റെ മുഖത്തേക്ക് നീങ്ങേണ്ടി വന്നാൽ, ആരാണോ, ഏത് രാജ്യമായാലും ആ രാജ്യം നമ്മുടെ ശത്രു രാജ്യമായി കൊണ്ട് കണക്കാക്കി സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി പോരാടുന്നവരായിരിക്കും യഥാർത്ഥ വിശ്വാസികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ആവശ്യമില്ലാത്ത വിഷം ചീറ്റുന്നവരായ ആളുകൾ, ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, ഈ നാടിന്റെ ഐക്യങ്ങളും
ഈ നാടിന്റെ സമാധാനവും തകർക്കുന്നവരായ ആളുകൾ, ഇവരെയൊക്കെ അവരുടെ നാവുകളിലൂടെ വരുന്നത് മോശകരമായ സംസാരങ്ങളാണ്. അതൊരിക്കലും ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. കണ്ടതും കേട്ടതും അറിഞ്ഞതും അറിയാത്തതും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നവരായ ആളുകൾ. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം, സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞത് ഞാൻ കേൾക്കുകയുണ്ടായി, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ, മൂന്ന് കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന് നിങ്ങളിൽ നിന്ന് വെറുപ്പാണ്. നിങ്ങൾ ചെയ്യുന്ന മൂന്ന് പ്രവർത്തനങ്ങൾ അല്ലാഹുവിന് അങ്ങേയറ്റത്തെ വെറുപ്പുള്ള കാര്യമാണ്. എന്താണത്? ഒന്ന്, ഖീല വഖാല, കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക, സത്യം അന്വേഷിക്കാതെ, യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കാതെ. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ, നമ്മൾക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണല്ലോ ഈ വാട്സപ്പുകളിലുമൊക്കെ ഫേസ്ബുക്കുകളിലുമൊക്കെ കിട്ടിയതൊക്കെ ഷെയർ ചെയ്യുന്ന പ്രകൃതം. അതിൽ പലതും ഹക്കല്ലാത്തതുണ്ടാവാറുണ്ട്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അള്ളാഹുവിന്റെ വെറുപ്പാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഇളാഅത്തുൽ മാൽ, ധന ദുർവിനിയോഗം, മുതൽ വെറുതെ നശിപ്പിക്കുക. അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളിലൊക്കെ വാരിക്കോരി ചെലവഴിക്കുന്നു. അള്ളാഹുവിന് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ, അള്ളാഹുവിന് താല്പര്യമുള്ള വിഷയങ്ങളിൽ അങ്ങേയറ്റത്തെ ബുഖ്ല് കാണിക്കുന്നു. കല്യാണങ്ങളും സൽക്കാരങ്ങളും ഒക്കെ നടത്തുമ്പോ ആളുകളെ മുമ്പിൽ ഞാൻ വലിയ സംഭവമാണെന്ന് പറയണം. എന്നാൽ പള്ളിയുടെയും ദീനിന്റെയും വിഷയങ്ങളാണെങ്കിൽ അവിടെ നമ്മുടെ അങ്ങേയറ്റത്തെ പിശുക്കിന്റെ കാഠിന്യം നമ്മൾ കാണിക്കും. ഇത്തരം മനുഷ്യന്മാർ സമ്പാദിച്ചു കൂട്ടുന്ന സമ്പാദ്യം ഈ ദുനിയാവിന് പോലും അവർക്ക് ഗുണം ചെയ്യൂല എന്നാണ്. അതുപോലെ തന്നെ മൂന്നാമതായി അള്ളാഹുവിന്റെ വെറുപ്പുള്ള ഒരു കാര്യം റസൂലുള്ള പറഞ്ഞത്, വകസറത്തുസ് സുആൽ, ചോദ്യം ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. വെറുതെ ഒരു സദസ്സാണെങ്കിൽ ഒരാവശ്യവുമില്ലാതെ വെറുതെ സംസാരിക്കുക, ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെയായ ചില ആളുകൾ, വാദപ്രതിവാദത്തിനുണ്ടോ വെല്ലുവിളി നടത്തുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ പടച്ചോന് ഇഷ്ടമല്ല എന്നാണ്. എന്നാൽ അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, മതപരമായ വിഷയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ അത് ആരോടും ചോദിക്കാം. അത് ചോദിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ അത് ഉൾക്കൊള്ളണം. അതാണ് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടത്. സൂറത്തുൻ നിസായിലെ 83-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവമായി കൊണ്ടാണ് ഇത്തരം സ്വഭാവങ്ങള്, ഈ അനാവശ്യ ചോദ്യങ്ങള്, അതുപോലെ തന്നെ രാജ്യത്തിന് ദ്രോഹകരമായി വരുന്ന വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആളുകളുടെ മനസ്സുകളിൽ ഭയവും ബേജാറും ഉണ്ടാക്കി തീർക്കുന്ന തരത്തിലുള്ള കാണിച്ചു കൂട്ടലൊക്കെ ചെയ്യുക എന്നുള്ളത് മുനാഫിഖിന്റെ സ്വഭാവം. അവര് ലക്ഷ്യം വെക്കുന്നത് എന്താ? ജനങ്ങളെ ആകെ വസ്വാസിലാക്കി, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കലാപങ്ങൾ ഉണ്ടാക്കി തീർത്ത് അതിൽ നിന്ന് മുതലെടുക്കണമെന്നാണ്. 2-3 ദിവസം മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടല്ലോ, കർണാടകയിൽ സ്ത്രീ വേഷം ധരിച്ച രാജ്യദ്രോഹികളായ ചില ആളുകൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നു. പോലീസ് പിടിച്ച് അവരെ ചോദ്യം ചെയ്ത് അവരുടെ വേഷം അഴിച്ചപ്പോ 1.5 മനുഷ്യന്മാർ, ആണുങ്ങള്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും. ഇവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഇത്തരം ദുരന്തങ്ങൾ അത് തിരിച്ചറിയണം നമ്മൾ. ഇത്തരം ആളുകളെ, കപടന്മാരായ രാജ്യസ്നേഹികളെ, ഈ രാജ്യത്തോട് കൂറുണ്ടെന്ന് പറയുകയും വീമ്പിളക്കുകയും സോഷ്യൽ മീഡിയകളിൽ കളവ് പ്രചരിപ്പിക്കുകയും എന്നിട്ട് നാടിന് ദ്രോഹകരമായി ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യരുടെ സമാധാനം കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആര് നടത്തുന്നുണ്ടെങ്കിലും അവരെ ഒറ്റപ്പെടുത്താൻ ചങ്കൂറ്റമുണ്ടാവണം നമുക്ക് എന്നുള്ളതാണ് സൂചിപ്പിച്ചു വന്നത്. അനാവശ്യമായ സംസാരങ്ങളിൽ ഇടപെടുകയില്ല. ഇത്തരം ആളുകളിൽ നിന്ന് വിശ്വാസികളായ ഉത്തമന്മാരായ ആളുകൾ അവര് മാറിപ്പോകുന്നവരായിരിക്കും. ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണ്ട. ഒരുപക്ഷെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാവാം, നമ്മുടെ അയൽവാസികളാവാം. പക്ഷേ ഈ നാടിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും ദ്രോഹകരമായി സംസാരിക്കുന്നവരാണെങ്കിൽ അവരോട് സലാം പറഞ്ഞ് അവരിൽ നിന്നും മാറിപ്പോകുന്ന ആ ഒരു സ്വഭാവമാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത്. മറിച്ച് നന്മയുടെ വക്താക്കളായി, നന്മയുടെ ആളുകളുമായാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത്. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിന്റെ ഉത്തമ ഗുണം പറഞ്ഞത്
വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. തങ്ങളുടെ റബ്ബിന് വേണ്ടി രാത്രികാലങ്ങളിൽ സുജൂദും നൃത്തവുമായി കഴിഞ്ഞുകൂടുന്നവരായിരിക്കും അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നമസ്കാരങ്ങളിൽ ശേഷം, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ഉത്തമമായ നമസ്കാരം സ്വലാത്തുൻ ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ഐച്ഛിക നമസ്കാരമാണ്. എന്ന് വെച്ചാൽ രാത്രി നമസ്കാരം ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് രണ്ടാം സ്ഥാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വളരെ ഉത്തമമായ ഒരു നമസ്കാരമാണ്. ഇതൊരു സംഭവമാണ്, എല്ലാരെ കൊണ്ടും കഴിയുന്നത്. കാരണം അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നല്ല സുഖസുന്ദരമായ ഉറക്കത്തിനിടയിൽ അലാറം വെച്ച് എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഗതി തന്നെയാണ്. ആ ആളുകളെ കുറിച്ചല്ല പറഞ്ഞത്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, വളരെ കുറച്ച് മാത്രമാണ് അവർ ഉറങ്ങുക. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞതാണ്. പ്രഭാതത്തിന്റെ സമയത്തിൽ എന്ന് വെച്ചാൽ സുബഹിയാകുന്ന സമയങ്ങളിൽ രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. പടച്ചവനെ എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശല്യം ഉണ്ടാവില്ല, ഒരാളുടെ ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ കാണിക്കുന്ന ആ ഒരു താല്പര്യമുണ്ടല്ലോ, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള റബ്ബിന്റെ ഏറ്റവും നല്ല ഉത്തമന്മാരായ ഇബാദുകളുടെ ഗുണമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്ത് സജ്ദയിലൂടെ കാണാം, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ, വിരിപ്പുകളിൽ നിന്ന് തങ്ങളുടെ ശരീരങ്ങളെ പറിച്ചെടുക്കും അവര്, അവിടെ നീക്കും. നല്ല ഉറക്കത്തിന്റെ സുഖപരമായി ഉറങ്ങുന്ന സമയമാണ്, പക്ഷെ അവർ അവരുടെ ശരീരങ്ങളെ അതിൽ നിന്ന് പറിച്ചെടുക്കും. എന്നിട്ട് യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, 2-3 ഗുണങ്ങളാണ് അല്ലാഹു എടുത്തു പറയുന്നത്. ഒന്ന്, യദ്ഊന റബ്ബഹും ഖൗഫൻ, പേടിയോടെ, എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ലേ എന്നുള്ള ഭയം. അതുപോലെ തന്നെ വതമഅ, അള്ളാഹുവിന്റെ സ്വർഗമുണ്ട്, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിന് റബ്ബിനിക്ക് സ്വർഗം പ്രതിഫലം നൽകുമെന്നുള്ള ആഗ്രഹം, അത്യാഗ്രഹത്തോടുകൂടി അവർ തങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമെന്നാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന്, അള്ളാഹു നൽകിയതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി അവർ ഇഷ്ടം പോലെ ചെലവഴിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഉത്തമ ഗുണമായി എടുത്തു പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സുഹൃതവാന്മാരിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അങ്ങനെയുള്ള നല്ല വിശ്വാസികളിൽ, നല്ലവന്മാരായ ആളുകളിൽ, ഇബാദുർ റഹ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീൻ അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.